സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനതിലേക്ക് സ്വാഗതം. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടത്തോലെ പോലെ ഭൂമിയിലും ആകണമേ. മത്തായി 6:10 വാക്യം. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ യേശു തിന്മയെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധ്യം പ്രകടിപ്പിച്ചു. അത് നമുക്കിടയിൽ മാത്രമുള്ള പാപശം മാത്രമല്ല, വിശാലമായ തലത്തിൽ വിവേചനവും ആവശ്യപ്പെടുന്നു. ഈ യഥാർത്ഥ ബോധ്യം പ്രത്യാശ ചേർന്ന് നിൽക്കുന്നു. തിന്മയ്ക്കിടവില്ലാത്ത ഒരിടമുണ്ട്, സ്വർഗം. ആ സ്വർഗരാജ്യം ഭൂമിയിലേക്ക് വരുന്ന ഒരു നാൾ ദൈവത്തിൻ്റെ നീ നടപ്പിലാക്കും. അവിടുത്തെ ധാർമ്മിക അന്ത്യം വരും. നന്മയ്ക്കായി തിന്മ നീക്കളയും. ജീവിതത്തെ തെറ്റ് ചെയ്യുന്നവർ ജയിക്കുകയും നിരാശ നിറയുകയും ചെയ്യുമ്പോൾ ഓർക്കാം, ദൈവത്തിന് ഇഷ്ടം സുഖത്തെപ്പോലെ ഭൂമിയിലും ആകുന്നവരെ പ്രത്യാശയുണ്ട്. കാരണം കഥ അവസാനിച്ചിട്ടില്ല. നാം പ്രത്യാശയ്ക്ക് നീതിക്കും വേണ്ടി വിശക്കുന്നു എന്ന് തോന്നുന്നത് എന്തുകൊണ്ട്? കർത്താവിന് പ്രാർത്ഥിക്കും. തിന്മയെ നിരാശ വിമോചിക്കാൻ സഹായിക്കുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, അങ്ങ് രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സുഖത്തെപ്പോലെ ഭൂമിയിലും ആകണമേ. താങ്കൾ ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നേർക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഒരാളുടെ ആവത്തോടെ രോഗ ദുഃഖങ്ങളും മനത്തെല്ലാം കാത്തു ഞാൻ ദൈവത്തിന് നന്ദി കൊടുത്ത് പുതിയ ആഴ്ചക്കാരൻ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.